ദിവസത്തിനിപ്പം മുട്ടനടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ ഭയങ്കരമായിട്ട് കരയുകയാണ്. ആര്യനുമായിട്ട് വീണ്ടും വിഷയം ഉണ്ടാവുന്നു. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ പറയുന്നത് രണൻ തൻ്റെ കൂടെ 40 ദിവസം കിടന്നപ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ രണ തൻ്റെ കൂടെ കിടന്നു എന്ന് സ്ഥാപിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാള് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആര്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആര്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് മാറ്റിയെടുക്കാൻ നല്ല മിടുക്കനാണ് ആര്യൻ. അപ്പൊ രണയ്ക്ക് ഇത് തന്നെ വേണം. കാരണം നമ്മുടെ അനുമോള് മുമ്പ് പറഞ്ഞതായിരുന്നല്ലോ. ഇവരുടെ ഇടയിൽ പോയി കിടക്കുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഇവര് കിടക്കുന്ന ബെഡിലെ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അനുമോൾ. അന്ന് എല്ലാവരും അനുമോൾക്കെതിരെ നിന്ന് പുറത്താന്നേലും അകത്താന്നേലും അനുമോൾക്കെതിരെ നിൽക്കുന്നു. ഇപ്പൊ അന്ന് രണയാണെങ്കിൽ ആര്യന്റെയും ജിസേലിന്റെയും കൂടെ ദേ ഇപ്പം ആ വിഷയം തന്നെ വന്നത് കണ്ടോ. രണ ഇത്രയും നാൾ ആര്യന്റെ ജിസേലിന്റെ കൂടെ കിടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആര്യൻ ഇവിടെ പറയുന്നത് എന്റെ കൂടെ കിടന്നിട്ടുണ്ട്, എന്റെ കൂടെ ഇത്രയും നാൾ കിടന്ന് നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് തന്റെ കൂടെ കിടന്നത് ഏത് രീതിയിലാണെന്നും നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിന് പിന്നെ ആര്യനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിസേല് മാത്രമല്ല അവിടെ പലരും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല രണയ്ക്ക് വേറൊരു കാര്യമുണ്ട്. രണ മറ്റൊരു കാര്യം ചെയ്തു. ഇന്നാണെങ്കിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് രണ ഒരു കാരണവശാലും ആരെ നോമിനേറ്റ് ചെയ്യുന്നില്ല, ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയ ആര്യനെ രണ നോമിനേറ്റ് ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തതെന്ന്. കാണാം ഇങ്ങനെ അരികേഷ് നമ്മുടെ നേരെ വരികയാണ്. ആ വ്യക്തിക്ക് എതിരെ നമ്മൾ സംസാരിക്കുന്നത് അതേസമയം നേരെ മറിച്ച് നമ്മുടെ പിന്നെ ബിന്നി അവിടെ എന്തോ ചെയ്തെന്നറിയാം. ഈ ഒരു വിഷയത്തെ തന്നെ എടുത്തു വെച്ചാണ് ആര്യനെ ഇന്ന് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് തന്നെ. അത് അത്ര സീരിയസ് ആയിട്ട് ബിന്നി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ രണയ്ക്ക് തന്നെ പണിയായിട്ട് മാറത്തേ ഉള്ളൂ. രണ അന്നേരം ഇന്ന് നോമിനേഷൻ ചെയ്യാതിരിക്കുമ്പോൾ ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് എന്തുവാണ്, ആര്യന്റെ മേലെ ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ രണ പ്രതികരിക്കത്തില്ല. രണ പ്രതികരിച്ചിട്ട് നോമിനേഷനിൽ എടുത്തിട്ടില്ല. പക്ഷെ അതുപോലും രണ ഇവിടെ ചെയ്യുന്നില്ല. അത് രണയ്ക്ക് തന്നെ വീട്ടിന് പണിയായിട്ട് മാറത്തേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഇത് രാവിലെ മുതൽ നല്ലൊരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. നല്ല വിഷയം.